ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് പാനിപൂരി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഇവിടെ ഒരാൾക്ക് പാനിപൂരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമത്രേ. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് വയറ് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പാനിപൂരി ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി റെസിപ്പികൾ കാണിച്ചു തരാം. ഇതാട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത അവശിഷ്ടങ്ങളാണ് കേട്ടോ ഇത്. ഈ സാധനം നമ്മൾ എണ്ണ ചൂടായിട്ട് അത് എടുക്കുമ്പോൾ ഇത് ബോൾ പോലെ വരും. നമ്മൾക്കതൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേ നമ്മൾ ഉണ്ണിക്കുട്ടന്മാരിന് ഇതേ എണ്ണയിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ അതാ വറുത്ത് നല്ല സൂപ്പർ കുട്ടനായി വരും കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾക്ക് ഇതുപോലത്തെ ഉണ്ണിക്കുട്ടന്മാരിന് കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള റെസിപ്പിയും കൂടെ കാണിച്ചു തരാവേ. അതിന് വേണ്ട സാധനം ഉരുളക്കിഴങ്ങ്, സവോളയും പിന്നെന്തോ ഇത് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ബാക്കി അതിനകത്ത് ഒഴിക്കാനുള്ള സാധനമാണ് ഇതെന്താണ്, മിൻറ്റ് വെള്ളമോ എന്തോ ആണ് കേട്ടോ. അതെന്തോ പൊടിയാണ്, അതിന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 25 എണ്ണം ഉണ്ട് കേട്ടോ. 25 ബോൾ കിട്ടും നമ്മൾക്ക്. 45 രൂപയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവസാനമായി നമ്മൾക്ക് പാനിപൂരി റെഡിയാക്കാം. ഉണ്ണിക്കുട്ടനെ പൊട്ടിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമ്മൾക്ക് മിൻറ്റ് വെള്ളം ഒഴിച്ചു. കുറച്ചും കൂടി ഒഴിച്ചു. കുറച്ച് സവാളക്കുട്ടന്മാരിനെയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ കഴിക്കുന്ന ആരാ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എടുത്തിട്ട് എനിക്കിഷ്ടമല്ല എങ്കിലും കാണിച്ചു തരാം.